ഇസ്രയേലും യുഎസും ചേർന്ന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചിരിക്കുകയാണ്. ഗൾഫ് മേഖലയിൽ വലിയ ആശങ്കയുണ്ടാക്കുന്നതാണ് ഈ നീക്കം. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമായിരിക്കും? ഇറാന്റെ പ്രധാനപ്പെട്ട ആണവ പ്ലാന്റുകൾ ഏതെല്ലാമായിരുന്നു? അതിന്റെ സ്ഥിതി ഇനി എന്തായിരിക്കും? കനത്ത ആഘാതമാണ് ഇന്ന് US ഇറാനിലെ ഫോർദോ, ഇസ്ഫഹാൻ, നെഥാൻസ് എന്നീ ആണവ കേന്ദ്രങ്ങളിൽ ഉണ്ടാക്കിയത്. US സൈന്യത്തിന്റെ വ്യോമാക്രമണ ശേഷി വ്യക്തമാക്കുന്നതായിരുന്നു ഇത്. ഇസ്രായേലിന്റെയും USന്റെയും ഏറ്റവും വലിയ ശക്തിയും ഈ വ്യോമസേനാ മേധാവിത്വം തന്നെയാണ്. പക്ഷേ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതോടെ ഈ പദ്ധതി ഇല്ലാതാകുമോ? ഇറാനിലെ ഓരോ പ്ലാന്റിന്റെയും പ്രത്യേകത എന്താണ്? ഇറാന് മുന്നിൽ ഇനിയുള്ള വഴികൾ എന്താണ്? 1950 മുതൽ തുടങ്ങിയ ഇറാന്റെ ആണവ പദ്ധതിയെ 2025 ആക്രമണം കൊണ്ട് ഇല്ലാതാക്കാൻ സാധിക്കുമോ? ആരാണ് ഇറാന് ഈ അറിവുകൾ നൽകിയത്? എന്താകും അതിന്റെ ഭാവി? ഗൾഫിനെ അത് ഏത് വിധത്തിൽ ബാധിക്കും? ഇറാന്റെ ആണവ പദ്ധതി പതിറ്റാണ്ടുകളായി ലോകശ്രദ്ധയും വിവാദങ്ങളും ആകർഷിച്ചതാണ്. 1950 പഹലവി രാജവംശത്തിന്റെ കാലത്ത് അമേരിക്കയുടെ തന്നെ സഹായത്തോടെയാണ് ഇറാൻ ആണവ പദ്ധതിക്ക് ഒരുക്കം തുടങ്ങുന്നത്. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം രഹസ്യമായി ആണവ പദ്ധതി വിപുലീകരിച്ചു. വൈദ്യുതി ഉൽപാദനത്തിനും ഗവേഷണത്തിനും വേണ്ടിയാണെന്ന് അന്ന് മുതലേ ഇറാൻ വാദിക്കുന്നുണ്ട്. എന്നാൽ ആണവായുധ നിർമ്മാണമാണ് ലക്ഷ്യമെന്ന് പാശ്ചാത്യ രാജ്യങ്ങളും ഇസ്രായേലും ആരോപിച്ചു പോന്നു. ഇതിന് തെളിവൊന്നുമില്ല എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. ആണവായുധം കയ്യിൽ വെക്കുന്ന ഇസ്രായേലിനും USനും ഞങ്ങളുടെ കാര്യത്തിൽ എന്താണ് താല്പര്യമെന്നതായിരുന്നു ഇറാന്റെ മറുചോദ്യം. പിന്നാലെ ഉപരോധങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ എന്നിവ ഇറാനുമേൽ ഉരുണ്ടുകൂടി. എല്ലാം മറികടന്ന് ഇറാൻ സ്വന്തമായി ആണവ പ്ലാന്റുകൾ വികസിപ്പിച്ചെടുത്തു. അതിന്റെ ചരിത്രം ഇറാനികൾ അഭിമാനത്തോടെ പറയുന്നതാണ്. ആയിരത്തി 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഇറാനെതിരെ കർശനമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ആണവ പദ്ധതി ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇത്. ഇതിനുള്ള സാങ്കേതിക വിദ്യ, ഉപകരണങ്ങൾ, ഇന്ധനം എന്നിവ എത്തുന്നതെല്ലാം അവർ തടഞ്ഞു. അങ്ങനെ ഇതിനെ മറികടക്കാൻ ഇറാൻ രഹസ്യമായി ആണവ പദ്ധതി വിപുലീകരിക്കാൻ തുടങ്ങി. AQCAN നെറ്റ്വർക്ക് വഴി പാകിസ്ഥാനിൽ നിന്ന് സെൻട്രിഫ്യൂജ് ഡിസൈനുകൾ, ചൈനയിൽ നിന്ന് ഉൽപാദന സാങ്കേതിക വിദ്യ, നോർത്ത് കൊറിയയിൽ നിന്ന് ഹെവി വാട്ടർ സെൻട്രിഫ്യൂജ് സാങ്കേതിക വിദ്യകൾ എന്നിവ സ്വന്തമാക്കി. 1990 ഇറാനിലെ ആണവോർജ ഏജൻസിയുടെ സഹായത്തോടെ ഇറാന്റെ ശാസ്ത്രജ്ഞന്മാർ സെൻട്രിഫ്യൂജുകൾ സ്വന്തമായി വികസിപ്പിച്ചെടുത്തു. 2015 ഒബാമ ഭരണകാലം കരാർ ഉപരോധങ്ങൾ ഭാഗികമായി നീക്കിയെങ്കിലും 2018 ട്രംപിന്റെ ഭരണകൂടം ഉപരോധങ്ങൾ കർശനമാക്കി. ഇതോടെ ഇറാൻ വീണ്ടും സ്വന്തമായി ശാസ്ത്രജ്ഞരുടെയും അക്കാദമിക സ്ഥാപനങ്ങളുടെയും സഹായത്തോടെ മുന്നോട്ടു പോയി. ഇറാനിലെ ഓരോ ആണവ കേന്ദ്രവും ഇസ്രായേലിന്റെയും USന്റെയും കണ്ണിലെ കരടായിരുന്നു. നാറ്റാൻസ് യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം. ഖും പ്രവിശ്യയിലാണ് നാറ്റൻസ് യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം. തെഹ്റാനിൽ നിന്നും 200 കിലോമീറ്റർ അകലെയാണിത്. യുറേനിയം ഹെക്സാഫ്ലൂറൈഡ് ഉപയോഗിച്ച് 3.5% മുതൽ 20% വരെ സമ്പുഷ്ടീകരണം ഇവിടെ നടത്തുന്നുണ്ട്. ഇവിടെയും USന്റെ കനത്ത ആക്രമണം ഇന്ന് നടന്നിട്ടുണ്ട്. അതിന്റെ ഇമ്പാക്ട് വരും ദിനങ്ങളിലെ വ്യക്തമാകൂ. 2023 60% വരെ സമ്പുഷ്ടീകരണം പൂർത്തിയാക്കിയ പ്ലാന്റ് കൂടിയാണിത്. ഭൂഗർഭ അറകളിലാണ് അതിന്റെ സൃഷ്ടിപ്പും സൂക്ഷിപ്പും. 1990 രഹസ്യമായി ആരംഭിച്ച ഈ കേന്ദ്രം 2002 അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഉപരോധങ്ങൾക്കിടയിൽ ഇറാൻ സ്വന്തമായി സെൻട്രിഫ്യൂജ് സാങ്കേതിക വിദ്യ വികസിപ്പിച്ചു. 2015 ഒബാമയുമായുള്ള കരാറിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ തോത് കുറച്ചു.
പക്ഷേ ട്രംപ് 2018 വീണ്ടും ഇറാനെതിരെ ഉപരോധം ഏർപ്പെടുത്തിയതോടെ അവർ സമ്പുഷ്ടീകരണം 60% വീണ്ടും വർദ്ധിപ്പിച്ചു. 90% സമ്പുഷ്ടീകരണം എത്തിയാൽ ആണവായുധം നിർമ്മിക്കാം. ഇറാൻ ഇതിലേക്ക് എത്തിയിരുന്നു എന്നാണ് യുഎസിന്റെ ആരോപണം. തെഹ്റാൻ യൂണിവേഴ്സിറ്റിയും ഷെരീഫ് യൂണിവേഴ്സിറ്റിയും സെൻട്രിഫ്യൂജ് ഗവേഷണത്തിനും ശാസ്ത്ര പരിശീലനത്തിനും സഹായിച്ചിട്ടുണ്ട്. ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചാലും ഇറാന് അതിവേഗം ഇത് പുനഃസ്ഥാപിച്ചെടുക്കാനാകുമെന്നാണ് റിപ്പോർട്ടുകൾ. രണ്ടാമത്തേത് ഫോർദോ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം. കോം നഗരത്തിന് സമീപം ഒരു വലിയ പർവ്വതത്തിനുള്ളിൽ 80 മുതൽ 90 മീറ്റർ വരെ ആഴത്തിലാണ് ഫോർദോ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം. $1.25 കോടി വിലയുള്ള 6 ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് US ഇന്നിവിടെ ഇട്ടത്. ഇറാനിലെ ഏറ്റവും സങ്കീർണമായ ഘടനയുള്ള ആണവ കേന്ദ്രമാണിത്. ഇവിടെ യുറേനിയം 83% സമ്പുഷ്ടീകരിച്ചിട്ടുണ്ട്. 2023 ഇത്. എന്നുവെച്ചാൽ അതിനുശേഷം 2 വർഷം കഴിഞ്ഞപ്പോൾ ആണവായുധം സ്വന്തമാക്കാൻ ശേഷിയുള്ള യുറേനിയം ഇതിനകം തന്നെ ഇറാൻ സ്വന്തമാക്കി കഴിഞ്ഞെന്ന് US ആരോപിക്കുന്നുണ്ട്. 2000 രഹസ്യമായി നിർമ്മിച്ച ഈ കേന്ദ്രം 2009 അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഉപരോധങ്ങൾക്കിടയിൽ സ്വന്തമായുള്ള സാങ്കേതിക വിദ്യയും പാകിസ്ഥാന്റെയും നോർത്ത് കൊറിയയുടെയും സഹായം ഉപയോഗിച്ചാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. തെഹ്റാൻ യൂണിവേഴ്സിറ്റിയും ഷെരീഫ് യൂണിവേഴ്സിറ്റിയും ഇതിൽ സഹായിച്ചു. ഇന്ന് ആക്രമണം നടക്കും മുമ്പ് ഈ മാസം 19 ഏറെ ട്രക്കുകൾ ഫോർദോയിലേക്ക് പ്രവേശിച്ച് മടങ്ങിപ്പോയതായി പറയുന്നു. സമ്പുഷ്ടീകരിച്ച യുറേനിയം രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്നാണ് റിപ്പോർട്ട്. മാത്രവുമല്ല, ആണവ വികിരണത്തിന് കാരണമായേക്കാവുന്ന വസ്തുക്കളും നീക്കം ചെയ്തു. അതാകാം റേഡിയേഷൻ ആദ്യഘട്ടങ്ങളിലൊന്നും പുറത്തു വരാതിരിക്കുന്നത്. മൂന്നാമത്തേത് ഇസ്ഫഹാൻ ആണവ സാങ്കേതിക കേന്ദ്രമാണ്. തെഹ്റാനിൽ നിന്നും 295 കിലോമീറ്റർ അകലെയാണിത്. ഇസ്ഫഹാൻ നഗരത്തിനടുത്താണ് ഈ പ്ലാന്റ്. യുറേനിയം പരിവർത്തനം, ഫ്യൂൽ പ്ലേറ്റ് നിർമ്മാണം, ഗവേഷണ റിയാക്ടറുകൾ എന്നിവ ഇവിടെയാണ്. സമ്പുഷ്ടീകരിക്കാനുള്ള യുറേനിയം സൃഷ്ടിക്കൽ, ഇന്ധന നിർമ്മാണം എന്നിവയാണ് ഇവിടുത്തെ പ്രധാന പദ്ധതികൾ. 1980കളിൽ ചൈനയാണ് ഇവിടേക്കുള്ള സാങ്കേതിക വിദ്യ ഡിസൈൻ നൽകിയത്. റഷ്യ ഗവേഷണ റിയാക്ടർ സാങ്കേതിക വിദ്യയും നൽകി. ഇസ്ഫഹാൻ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയാണ് ആണവ ഗവേഷണത്തിന് സഹായിക്കുന്നത്. 4 അറാഖ് ഹെവി വാട്ടർ റിയാക്ടർ. അറാഖ് നഗരത്തിനടുത്ത് മർക്കസി പ്രവിശ്യയിലാണ് അറാഖ് ഹെവി വാട്ടർ റിയാക്ടർ. 40 മെഗാവാട്ട് ശേഷിയുള്ള ഈ റിയാക്ടർ ഹെവി വാട്ടർ ഉപയോഗിച്ച് ഗവേഷണത്തിനും റേഡിയോ ഐസോട്ടോപ്പ് നിർമ്മാണത്തിനും ഉപയോഗിക്കുന്നു. പ്ലൂട്ടോണിയം ഉൽപാദനത്തിന് ശേഷിയുള്ളതിനാൽ US നേരത്തെ ആണവായുധ ഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. 2015 ഒബാമയുമായുള്ള കരാർ പ്രകാരം റിയാക്ടറിന്റെ കോർ പുനർനിർമ്മിച്ച് പ്ലൂട്ടോണിയം ഉൽപാദനം തടഞ്ഞു. പക്ഷേ ട്രംപ് ഈ കരാറിൽ നിന്നും പിന്മാറിയപ്പോൾ കാര്യങ്ങൾ പഴയ പടിയായി. 1990കളിൽ ആരംഭിച്ച ഈ പദ്ധതി ഉപരോധങ്ങൾക്കിടയിൽ ഇറാൻ സ്വന്തമായി തന്നെ നിർമ്മിച്ചെടുത്തതാണ്. 5 ബുഷേർ ആണവ നിലയം. പേർഷ്യൻ ഗൾഫിന്റെ തീരത്ത് ബുഷേർ നഗരത്തിലാണ് ഈ ആണവ വൈദ്യുത നിലയം. മിഡിൽ ഈസ്റ്റിലെ ആദ്യത്തെ സിവിലിയൻ ആണവ വൈദ്യുത നിലയം കൂടിയാണിത്. ഗൾഫ് രാജ്യങ്ങളോട് താരതമ്യേന അടുത്തു നിൽക്കുന്നതാണ് ഈ പ്ലാന്റ്. ഖത്തറിൽ നിന്നും സൗദിയിൽ നിന്നുമൊക്കെ 300 മുതൽ 400 കിലോമീറ്റർ വരെ മാത്രം ആകാശ അകലം. 1000 മെഗാവാട്ട് വൈദ്യുതി ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നു. റഷ്യൻ രൂപകൽപ്പനയിലുള്ളതാണ് റിയാക്ടർ. 3 മുതൽ 5% സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇവിടെ ഇന്ധനമായി ഉപയോഗിക്കുന്നുണ്ട്. 2011 പ്രവർത്തനം ആരംഭിച്ച ഈ പ്ലാന്റ് 2013 മുതൽ പൂർണ്ണ ശേഷിയിലാണ്. ഇറാന്റെ 3.5% വൈദ്യുതി ആവശ്യം ഇത് നിറവേറ്റുന്നുണ്ട്. 20,000-ലധികം ജോലിക്കാരും ഇവിടെയുണ്ട്. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ നിരീക്ഷണത്തിന് വിധേയമാണ് ഈ പ്ലാന്റ്. അതിനാൽ തന്നെ ഉൽപാദനത്തിന് ഉപയോഗിച്ച യുറേനിയം റഷ്യയിലേക്ക് തിരികെ അയക്കുന്നുണ്ട്. ആണവായുധ വ്യാപന ആശങ്ക ഒഴിവാക്കാനാണിത്. എന്നാൽ പേർഷ്യൻ ഗൾഫിനോട് ചേർന്നുള്ള സ്ഥാനം റേഡിയേഷൻ ലീക്ക് ഭീഷണി പലതവണ ഉയർത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഖത്തറിൽ നിന്നും 300 കിലോമീറ്റർ മാത്രം അകലെയാണിത്.
1975 ജർമ്മൻ കമ്പനിയായ ക്രാഫ്റ്റ് വർക്ക് യൂണിയനാണ് നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത്. ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പ്ലാന്റുകളിൽ ഒന്ന് ഇന്ന് US ബോംബിട്ട ഫോർദോയും രണ്ടാമത്തേത് നാറ്റൻസിലുമാണ്. ഇതിന്റെ നിർമ്മാണത്തിലുമുണ്ട് ഒരു കൗതുകമുള്ള US യൂറോപ്യൻ ആക്ഷേപം. ഇറാനിലെ സുപ്രധാനമായ ഈ പ്ലാന്റുകൾ നിർമ്മിക്കാൻ സഹായിച്ചത് പാകിസ്ഥാനിലെ AQ ഖാൻ നെറ്റ്വർക്കാണ്. AQ ഖാൻ നെറ്റ്വർക്ക് എന്താണെന്ന് പറയാം. പാകിസ്ഥാൻ ശാസ്ത്രജ്ഞനായ അബ്ദുൽ ഖദീർ ഖാൻ എന്നതിന്റെ ചുരുക്കമാണ് AQ ഖാൻ. 1970കളിൽ പാകിസ്ഥാൻ ആണവായുധം നിർമ്മിക്കാൻ ശ്രമിച്ചിരുന്നു. അന്ന് ഖാൻ യൂറോപ്പിൽ ജോലി ചെയ്തിരുന്ന ഒരു ഡച്ച് കമ്പനിയിൽ നിന്ന് യുറേനിയം സമ്പുഷ്ടീകരണത്തിനുള്ള സെൻട്രിഫ്യൂജ് സാങ്കേതിക വിദ്യ കൈക്കലാക്കി. ഈ വിവരങ്ങൾ ഉപയോഗിച്ച് പാകിസ്ഥാൻ തന്റെ ആണവ പദ്ധതി വിജയകരമാക്കി. പക്ഷെ പിന്നീടാണ് വഴിത്തിരിവുണ്ടായത്. ആയിരത്തി 1980കളിലും 90കളിലും ഖാൻ ഈ സാങ്കേതിക വിദ്യ ഇറാൻ, ലിബിയ, നോർത്ത് കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾക്ക് രഹസ്യമായി വിറ്റു. ഇറാന്റെ നാറ്റൻസ്, ഫോർദോ പോലുള്ള സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾക്ക് ഈ ശൃംഖലയിൽ നിന്ന് സെൻട്രിഫ്യൂജ് ഡിസൈനുകൾ ലഭിച്ചു. സെൻട്രിഫ്യൂജുകൾ യുറേനിയം സമ്പുഷ്ടീകരിക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രങ്ങളാണ്. യുറേനിയം ഹെക്സാഫ്ലൂറൈഡ് വാതകം ഈ യന്ത്രങ്ങളിൽ വളരെ വേഗത്തിൽ കറക്കുന്നു. ഈ കറക്കത്തിൽ ഭാരമേറിയ യുറേനിയത്തിൽ നിന്നും ഭാരം കുറഞ്ഞ യുറേനിയം വേർതിരിക്കും. ഇതാണ് ആണവായുധം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഖാന്റെ ഈ നെറ്റ്വർക്ക് ആണവ സാങ്കേതിക വിദ്യയുടെ രഹസ്യ വ്യാപനത്തിന് കാരണമായി. 2004 അദ്ദേഹം പിടിക്കപ്പെട്ടപ്പോഴാണ് ഇത് പുറത്തു പറഞ്ഞത്. ഇതിനു പുറമെ ഇറാന്റെ ആണവ പദ്ധതിക്ക് ജർമ്മനി, റഷ്യ, ചൈന, പാകിസ്ഥാൻ, നോർത്ത് കൊറിയ എന്നീ രാജ്യങ്ങൾ സഹായിച്ചിട്ടുണ്ട്. നോർത്ത് കൊറിയ ഹെവി വാട്ടർ സെൻട്രിഫ്യൂജ് സാങ്കേതിക വിദ്യകളിൽ സഹകരിച്ചു. ഈ രാജ്യങ്ങൾ രഹസ്യമായും പരസ്യമായും സാങ്കേതിക ഉപകരണ ഇന്ധന വിതരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇറാന്റെ നല്ലൊരു പങ്ക് ജനങ്ങൾക്കും ഇതേക്കുറിച്ച് അറിയാം. പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, ഇറാൻ ഈ മേഖലയിലുള്ള അറിവ് ചെറുതല്ല എന്നാണ്. 10-15 ശാസ്ത്രജ്ഞരെ വധിച്ചു കളഞ്ഞാൽ ആണവ മേഖലയിലെ ഇറാന്റെ അറിവ് ഇല്ലാതാക്കാനാകില്ലെന്ന് ചുരുക്കം. അതേസമയം അവരുടെ പ്ലാന്റുകൾ തകർത്താൽ അത് വീണ്ടും പുനഃസ്ഥാപിക്കാൻ സമയമെടുക്കും. അതിനാണിപ്പോൾ ഇസ്രായേലും US ശ്രമിക്കുന്നത്. പക്ഷേ ഉപരോധത്തിലൂടെ വളർന്ന മേഖലയിലെ ഒറ്റയാന് കൂട്ടിന് ആരുമില്ലാതെ തന്നെ അത് സൃഷ്ടിക്കാനാകും. അതിന് കാരണം അവിടെ വളർന്നു വരുന്ന തലമുറയാണ്. ഇറാന്റെ ആണവ പദ്ധതിയിൽ അക്കാദമിക സ്ഥാപനങ്ങൾക്ക് നിർണായക പങ്കുണ്ട് എന്ന് മാത്രമല്ല, അവരുടെ പുതുതലമുറയിൽ പോലും സയൻസ് മേഖലയിലേക്ക് കടന്നു വരുന്നവരുടെ എണ്ണം കൂടുതലാണ്. തെഹ്റാൻ യൂണിവേഴ്സിറ്റി, ഷെരീഫ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി, ഇസ്ഫഹാൻ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി എന്നിവ ഇറാനിലെ ആറ്റോമിക് എനർജി ഓർഗനൈസേഷനുമായി സജീവമായി ചേർന്നാണ് സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുക്കുന്നത്. ഉപരോധങ്ങൾക്കിടയിൽ ആണവ പദ്ധതിയുടെ മുന്നോട്ട് പോക്കിന് ഇത് അടിത്തറയൊരുക്കുന്നു. അതായത് ബോംബിട്ടാൽ തീർന്നു പോകുന്നതല്ല അവരാർജിച്ച വിവരം. ഇറാനെ സംബന്ധിച്ച് ആണവ പദ്ധതി അതിനാൽ നിന്നു പോകില്ല, പകരം വൈകുകയാണ് ചെയ്യുക. ആണവായുധം ഇല്ലെന്ന കാര്യം തുറന്നു പറഞ്ഞ് ആണവോർജ ഏജൻസി വേണ്ട വിധം പ്രവർത്തിക്കാത്തതിനാൽ ഇറാൻ അവരുമായി ഇനി സഹകരിക്കുമോ എന്നതും കാത്തിരുന്ന് കാണണം. റഷ്യയും ഉത്തര കൊറിയയും സഹായവുമായി വന്നാൽ ഒറ്റയ്ക്ക് വഴിവെട്ടിപ്പോകാൻ ഇറാനാകും. ഏത് ഉപരോധത്തെയും മറികടന്ന ചരിത്രമുള്ള അവർക്ക് അത് എളുപ്പമാകും. അത് ഭീഷണിയാവുക ഇസ്രയേലിനും US-നുമൊപ്പം ഗൾഫ് രാജ്യങ്ങൾക്ക് കൂടിയാണ്. അതിനാൽ അത് തടയാൻ ഇനി അവരെന്ത് ചെയ്യുമെന്നതാണ് അവശേഷിക്കുന്ന ചോദ്യം. അതായിരിക്കും ഗൾഫിനെ കാത്തിരിക്കുന്ന അടുത്ത വെല്ലുവിളിയും.